വിശ്വാസം നിറഞ്ഞ വൈദികരെ, സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, കുഞ്ഞുങ്ങളെ, ആരാധനക്രമ മത്സരത്തിൽ നമ്മളിന്ന് പുതിയ ഒരു കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പുതിയ ആരാധനക്രമ മത്സര കാലത്തിൻ്റെ പേരാണ് ശ്ലീഹാകാലം. ശ്ലീഹന്മാർ ഈശോയുടെ ശുശ്രൂഷ തുടരുന്നതിനെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഈ കാലത്ത് അനുസ്മരിക്കുക. പെന്തക്കോസ്ത ദിനത്തിലാണ് ശ്ലീഹകാലം ആരംഭിക്കുക. നമുക്കറിയാം, പെന്തക്കോസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം 50-ാം ദിവസം എന്നാണ്. ഈശോയുടെ ഉയർപ്പിൻ്റെ 50-ാം ദിവസത്തിലാണ് നമ്മളിന്ന്. പഴയ നിയമത്തിലും നമ്മളിതുപോലെ പെന്തക്കോസ്ത തിരുനാൾ കാണുന്നുണ്ട്. യഹൂദ ജനത വിളവെടുപ്പ് തിരുനാളായിട്ടാണ് പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിച്ചിരുന്നത്. കൃഷിക്കാരായിരുന്ന ആളുകൾ അവരുടെ ആദ്യ ഫലങ്ങൾ സമർപ്പിക്കുന്ന ദിനങ്ങളാണ്. പിന്നീട് യഹൂദ ജനതയ്ക്ക് സീനായിൽ വെച്ച് ദൈവം നിയമം നൽകുന്നു, ഉടമ്പടി സ്ഥാപിക്കുന്നു. പെന്തക്കോസ്ത ഇസ്രായേലിൻ്റെ പെസഹായുടെ 50-ാം ദിവസമായിരുന്നു. അങ്ങനെ പഴയ നിയമത്തിൽ കാണുന്ന പെന്തക്കോസ്തായുടെ പൂർത്തീകരണമാണ് പുതിയ ഇസ്രായേലിൻ്റെ പെന്തക്കോസ്ത. ഈശോയുടെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണമാണ് പെന്തക്കോസ്ത. സിറോ മലബാർ സഭയുടെ കുർബാനക്രമത്തിൽ പ്രത്യേകിച്ചും അദ്ദായി മാറി അനാഫ്രയിൽ നമ്മൾ കേൾക്കും, ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാനായി നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചുവെന്ന്. പുത്രനായ ദൈവം വചനം പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് മനുഷ്യ ശരീരം സ്വീകരിച്ചതിൻ്റെ ലക്ഷ്യം എല്ലാ മനുഷ്യർക്കും ദൈവീക ജീവനിൽ പങ്കു നൽകുവാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യാവതാരം, രഹസ്യജീവിതം, പരസ്യജീവിതം, പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം. സ്വർഗാരോഹണത്തിൽ നമ്മൾ കാണുന്നത് പിതാവിൻ്റെ മഹത്വത്തിലേക്ക് നസ്രായനായ ഈശോ പ്രവേശിക്കുന്നതാണ്. ഉത്ഥാനം ചെയ്ത് മഹത്വീകരിക്കപ്പെട്ട് ദൈവീകവൽക്കരിക്കപ്പെട്ട് നസ്രായനായ ഈശോയുടെ മനുഷ്യത്വം പരിശുദ്ധാത്മാവിനെ വർഷിക്കുവാനായിട്ട് പ്രാപ്തമാവുകയാണ്. പൗലോസ്ലീഹ
കൊറിന്തോസ് സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ, ഒന്നാമത്തെ ലേഖനത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്. ഒന്നാമത്തെ ആദം ജീവനുള്ള മനുഷ്യൻ, രണ്ടാമത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. രണ്ടാമത്തെ ആദം നസ്രായനായ ഈശോ ജീവദാതാവായ ആത്മാവായി തീരുകയാണ്. ഈ ഈശോയാണ്, ക്രൂശിതനും ഉദ്ധിതനുമായ ഈശോയാണ് പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ, നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിലും അതുപോലെ തന്നെ പൗലോസ്ലീഹായുടെ എല്ലാ ശ്രീമാരുടെ പുസ്തകത്തിലും നമ്മൾ കാണുന്നുണ്ട്. അവനാണ് പിതാവിൽ നിന്ന് ഈ ദാനം സ്വീകരിച്ച് ഇപ്പോൾ വർഷിച്ചിരിക്കുന്നത്. പെന്തക്കോസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ വർഷിച്ചിരിക്കുന്നത് പുത്രനായ ഈശോയാണ്. നമ്മളെല്ലാവരെയും പോലെ കാണപ്പെട്ടവൻ, നമ്മുടെ എല്ലാവരുടെയും മനുഷ്യത്വം, അതായത് പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് മനുഷ്യത്വം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ഇസ്രായേലിൽ നിന്ന്, മനുഷ്യവർഗത്തിൽ നിന്നാണ് ഈശോ മനുഷ്യത്വം സ്വീകരിച്ചിരിക്കുന്നത്. ഈശോ മിശിഹ മനുഷ്യ ശരീരം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈശോയുടെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണമാണ് പെന്തക്കോസ്ത. ഈ പെന്തക്കോസ്തായിൽ നമ്മൾ കാണുക, സീനായി മലയിൽ കാണപ്പെട്ട ആ ദൈവവൽക്കരണത്തിൻ്റെ, ഇല്ലെങ്കിൽ തെയോഫനിയുടെ, ദൈവത്തിൻ്റെ ആ മാനിഫെസ്റ്റേഷൻ്റെ ഒരു ആവർത്തനമാണ് നമ്മൾ പെന്തക്കോസ്താ ദിനത്തിൽ കാണുക. വലിയ കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ശബ്ദം, അതുപോലെ തന്നെ തീനാവുകൾ പോലുള്ള നാവ്, അതായത് തീ നാവ്, ഈ കൊടുങ്കാറ്റും അഗ്നിയുമെല്ലാം നമ്മൾ സീനായി മലയിൽ കണ്ടതാണ്. അതുതന്നെയാണ് നമ്മൾ സുഹിയോനൊട്ടിശാലയിൽ ഈശോയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച സ്ലീഹന്മാരുടെ മേലും ശിഷ്യന്മാരുടെ മേലും വരിക. ഒരു പെന്തക്കോസ്താ തിരുനാളിൽ ബെനഡിക്റ്റ് 16 പാപ്പ, പോപ്പ് എമരിറ്റസ്, അന്ന് പോപ്പ് എമരിറ്റസ് അല്ലായിരുന്നു, അന്ന് കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പ ആയിരുന്ന അവസരത്തിൽ, 2005 മുതൽ 2013 വരെയാണ് ബെനഡിക്റ്റ് പിതാവ് കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പ ആയിട്ട് ശുശ്രൂഷ ചെയ്തത്. ഒരു പെന്തക്കോസ്താ തിരുനാളിൽ പപ്പ പറഞ്ഞു, there is no church without Holy Spirit, but there is no Pentecost without Virgin Mary. വലിയ രണ്ട് പ്രഖ്യാപനങ്ങളാണ്. There is no church without Holy Spirit. പരിശുദ്ധാത്മാവില്ലാതെ സഭയില്ല എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവില്ലാത്ത വ്യക്തി സഭയുടെ ഭാഗമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ലോകത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് ആ വ്യക്തിയും. There is no church without Holy Spirit, but there is no Pentecost without Virgin Mary. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ഒത്തിരിയേറെ വചനപ്രഘോഷണങ്ങൾ കേട്ടു. അവസരത്തിലെല്ലാം
നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ആദ്യമായിട്ട് പെന്തക്കുസ്ത സംഭവിക്കുന്നത് നസ്രത്തിലെ പാപരഹിതയായ കന്യകയിലാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധ കന്യകാമറിയത്തില് ഉരുവാക്കപ്പെട്ട പരിശുദ്ധാത്മശക്തിയാല് ഉരുവാക്കപ്പെട്ട ആ ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ. നമ്മൾ പരിശുദ്ധൻ 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 എന്ന് ആവർത്തിക്കുന്നുണ്ട്. അത് ഈശോയെയാണ് നമ്മൾ വിളിക്കുന്നത്, ഈശോയാണ് നമ്മൾ സ്തുതിക്കുന്നത്. പരിശുദ്ധൻ, ദൈവപുത്രൻ. എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്, ഇങ്ങനെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഇങ്ങനെ കേൾക്കുമ്പോഴേ മറിയം പറയുകയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് സമ്പൂർണമായിട്ട് വചനത്തിന് സമർപ്പിക്കുന്ന, ഈശോയ്ക്ക് സമർപ്പിക്കുന്ന കന്യകാമറിയം പിന്നെ അവളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിത്വത്തിൻ്റെ അടയാളമാണ് തിടുക്കം. പരിശുദ്ധ കന്യകാമറിയം തിടുക്കത്തില് ഐൻകാരമിലേക്ക് പോകുന്നു, സക്കറിയായുടെ വീട്ടിൽ പ്രവേശിക്കുന്നു. പക്ഷേ സക്കറിയായെ അഭിവാദനം ചെയ്യുന്നില്ല. സക്കറിയായെ അഭിവാദനം ചെയ്യാതെ എലീശുവായെ അഭിവാദനം ചെയ്യുന്നു. എലീശുവായെ അഭിവാദനം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് എലീശുവായിലും സ്നാപക യോഹന്നാനിലും നിറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ മഹത്വമാണ് നമ്മളിവിടെ കാണുക. ഈശോയുടെ പീഡാസഹനത്തിൻ്റെ, മരണത്തിൻ്റെ, ഉത്ഥാനത്തിൻ്റെ, സ്വർഗാരോഹണത്തിൻ്റെ, മഹത്വീകരണത്തിൻ്റെ, ദൈവീകവൽക്കരണത്തിൻ്റെ ഫലമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പരിശുദ്ധ അമ്മയും നമ്മൾ കാണുന്നു. അമ്മ അഭിവാദനം ചെയ്ത് കഴിയുമ്പോൾ എലിസബത്തിൽ നമ്മൾ കാണുന്നു, സ്നാപക യോഹന്നാനെ നമ്മൾ കാണുകയാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും പെന്തക്കോസ്ത് നമ്മളിവിടെ കാണുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, കുരിശിൻ ചുവട്ടിൽ വെച്ച് പരിശുദ്ധ അമ്മയെ യോഹന്നാൻ സ്വീകരിക്കുമ്പോൾ ഈശോ തലചായ്ച്ച് ആത്മാവിന് നൽകുകയാണ്. യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് ഈശോ മഹത്വപ്പെടുമ്പോഴാണ്, കുരിശിൽ ഉയർത്തപ്പെടുമ്പോഴാണ് പെന്തക്കോസ്ത്. ഞാൻ കുരിശിൽ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ, ഞാൻ മഹത്വപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ വർഷിക്കും. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വീണ്ടും കാണുകയാണ്. ഉത്ഥാന ദിവസം ഈശോ 2 പ്രാവശ്യം പറയുന്നു, ശ്ലാമ നിങ്ങളോട് കൂടെ. ശ്ലാമ എന്ന് പറഞ്ഞാൽ പിതാവുമായിട്ടുള്ള മനുഷ്യവർഗത്തിൻ്റെ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ അനുരഞ്ജനത്തിൻ്റെ ഫലമാണ്. ലോകത്തിൻ്റെ പാപം നീക്കുന്ന
ദൈവത്തിൻ്റെ കുഞ്ഞാട് തൻ്റെ കുരിശുമരണത്തിലൂടെ പിതാവുമായിട്ട് മനുഷ്യവർഗത്തെ അനുരഞ്ജനപ്പെടുത്തി. ഈ അനുരഞ്ജനത്തിൻ്റെ ഫലം, സമാധാനം, ഷലോം, ക്ഷമ, അത് സ്ലീഹന്മാർക്ക് നൽകുകയാണ്. 2 പ്രാവശ്യം ഉത്ഥാന ദിവസം ഈശോ ആശംസിക്കുകയാണ്, സമാധാനം നിങ്ങളോടുകൂടെ. അതിനുശേഷം ഈശോ പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. എന്തിനാണ് തിരുസഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ നൽകുക? വളരെ വ്യക്തമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 22-ാമത്തെ തിരുവചനം, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിച്ചാലും മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിച്ചാൽ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. സ്ലീഹന്മാർക്ക്, തിരുസഭയ്ക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നത് ഈശോ സാധ്യമാക്കിയ ഈ അനുരഞ്ജനം നൽകുവാനായിട്ട്, പാപമോചനം നൽകുവാൻ വേണ്ടിയിട്ടാണ്. പാപമോചനം നൽകുക എന്നുള്ളതാണ് തിരുസഭയുടെ പ്രഥമമായ ദൗത്യം. ഈ പാപമോചനം സ്വീകരിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം. ഈശോയുടെ മുന്നോടിയായ സ്നാപക യോഹന്നാന് ഒരു വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ പ്രസംഗത്തിന്, മാനസാന്തരപ്പെടുവിൻ. ഈശോയ്ക്കും ഒരു വിഷയമേ ഉള്ളൂ പ്രസംഗത്തിന്, മാനസാന്തരപ്പെടുവിൻ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച സഭയ്ക്കും ഈ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച പന്തക്കുസ്ത ദിനത്തില് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച സ്ലീഹന്മാര്, അവർ 12 പേര്, ഒരാൾ എഴുന്നേൽക്കുമ്പോൾ ബാക്കി 11 പേര് എഴുന്നേൽക്കുന്നു. പത്രോസ് മാത്രം സംസാരിക്കുന്നു. കാരണം ഒറ്റൊരു കാര്യമേ അവർക്ക് പറയാനുള്ളൂ. അത് സ്ലീഹന്മാരുടെ തലവൻ അവനുള്ളപ്പോൾ വേറെ ആരും സംസാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പത്രോസ് സംസാരിക്കുന്നു. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന നസ്രായനായ ഈശോയെ ദൈവം ഉയർപ്പിച്ചു. അവൻ ഇപ്പോഴ് ഈ ദാനം വർഷിച്ചിരിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ വർഷിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. മാനസാന്തരപ്പെടുവാൻ വേണ്ടിയിട്ട്, പശ്ചാത്താപം നൽകുവാൻ വേണ്ടിയിട്ട്, അനുതാപം നൽകുവാൻ വേണ്ടിയിട്ട്. പിന്നീട് ഇങ്ങനെ വചനം കേട്ട് ഹൃദയം നുറുങ്ങുന്ന ആളുകൾ അവർ ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടുവിൻ. ഒറ്റ കാര്യമേ പത്രോസിന് പറയാനുള്ളൂ, മാനസാന്തരപ്പെടുവിൻ. നസ്രായനായ ഈശോയുടെ നാമത്തില് സ്നാനം സ്വീകരിക്കുവിൻ. ഒറ്റ കാര്യമാണ് സഭയ്ക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് നമ്മൾ കാണുക. ഡമാസ്കസിലേക്ക് പോകുന്ന സാവൂൾ സഭയാണ് പീഡിപ്പിച്ചത്. പക്ഷേ ഈശോ പറയുകയാണ്, നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ, നീ പീഡിപ്പിക്കുന്ന ഈശോയാണ്. തിരുസഭയെ ഈശോയിൽ നിന്ന് വേർപെട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ഈശോയിൽ നിന്ന് വേർപെട്ട് കാണാൻ സാധിക്കില്ല. ഈശോയുടെ ശരീരമാണ് തിരുസഭ എന്ന് പറയുന്നത്. അനനിയാസിനെ അയക്കുകയാണ് മാമോദിസ നൽകുവാൻ വേണ്ടിയിട്ട്, പരിശുദ്ധാത്മാവിനെ നൽകുവാൻ വേണ്ടിയിട്ട്. അനനിയാസ് മടിക്കുകയാണ് സാവൂളിന് കൈവെപ്പ് നൽകുവാൻ. അപ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്,
എൻ്റെ നാമം വഹിക്കുവാനുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് സൗൾ. എൻ്റെ നാമം വഹിക്കാനുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പാത്രം. ഓരോ ക്രിസ്ത്യാനിയും ഈശോയെ വഹിക്കുന്ന പാത്രമാണ്. എൻ്റെ നാമം എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ വഹിക്കുന്ന പാത്രമാണ്. അതിനോട് ചേർത്ത് പറയുന്നുണ്ട്, എൻ്റെ നാമത്തെ പ്രതി എന്തുമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കാമെന്ന്. എൻ്റെ നാമത്തെ പ്രതി എന്തുമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കാമെന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിലും ഈശോ പറയുകയാണ്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ സിനഗോഗിൽ നിന്ന് പുറത്താക്കുമ്പോൾ, നിങ്ങളുടെ തല വെട്ടുമ്പോൾ, നിങ്ങളെ വെട്ടിമുറിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ പരിശുദ്ധാത്മാവ് വന്ന വ്യക്തി നമുക്കറിയാം. സ്നാപക യോഹന്നാൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ നസ്രായനായ ഈശോ എങ്ങനെയാണ് ജീവിച്ചതെന്ന്, സ്ലീഹന്മാരെല്ലാം എങ്ങനെയാണ് ജീവിച്ചതെന്ന് നമുക്കറിയാം. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് രണ്ട് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും സഭ. ഈ രണ്ട് കാര്യങ്ങൾക്ക് നമ്മൾ സമ്മതം പറയുമ്പോൾ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെടാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കാനുള്ള ആഗ്രഹമുള്ളപ്പോൾ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയുള്ളൂ. വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്ഥൈര്യലേപനം എന്ന് പറയുന്നത്. വിശ്വാസത്തിൽ ഒരു സ്ഥിരത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടത്. അതുപോലെ തന്നെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക, ഈശോയുടെ ജീവിതത്തിൻ്റെ തുടർച്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടത്. അതുപോലെ ഏത് പ്രതിസന്ധിയിലും നമുക്ക് ഈശോയെ ഏറ്റുപറയണമെങ്കിൽ പരിശുദ്ധാത്മാവുണ്ടാകണം. അല്ലാതെ നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ നമുക്കിഷ്ടമുള്ളപ്പം നമ്മൾ ഈശോയുടെ ശിഷ്യന്മാർ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ അപമാനിക്കപ്പെടും. ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജോലി പോകും. അപ്പോൾ ഞാൻ എൻ്റെ ശിഷ്യത്വം മറച്ചു വെക്കുകയാണ്. അത് വലിയ ഒരു കാപട്യമാണ്. ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വിശ്വാസമുണ്ട് എന്ന്. വിശ്വാസത്തിൻ്റെ ഒരു യാത്ര നമ്മൾ ആരംഭിച്ചിട്ടുണ്ടാകാം. പക്ഷേ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയുടെ ഒരു അടയാളം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിലൂടെ. ഈ 2021 പന്തക്കുസ്ത തിരുനാളിൽ നമ്മൾ ചോദിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്.
വിശ്വാസത്തിൽ പൂർണ്ണതയുണ്ടാകണം. നമ്മുടെ സഭയുടെ പ്രാർത്ഥനയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, ത്രിത്വത്തിലുള്ള വിശ്വാസത്തിൽ പൂർണ്ണരാക്കണമേ എന്ന്, ത്രിത്വത്തിലുള്ള വിശ്വാസത്തിൽ പൂർണ്ണരാക്കണമേ എന്ന്. അതുപോലെ തന്നെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള വലിയൊരാഗ്രഹമാണ്. ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിരിക്കണം നമ്മുടെ ആഗ്രഹം. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും എല്ലാം നമ്മളിൽ സമൃദ്ധമാകുമ്പോഴാണ് പൂർണ്ണത. ആ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളുമെല്ലാം നമ്മളിൽ പൂർണ്ണത പ്രാപിക്കുമ്പോഴാണ് നമുക്ക് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട്, ഉത്ഥാന ദിവസം തന്നെ മഗ്ദലന മറിയത്തെ സഭ നമ്മുടെ മുമ്പിൽ കാണിക്കുകയാണ്. അവളെക്കുറിച്ച് പറയുക, 7 പിശാചുക്കൾ അവൾ ഇന്ന് പുറത്തു പോയി എന്നാണ്. 7 പിശാചുക്കൾ അവൾ പുറത്തു പോയി. ഒരു ക്രിസ്ത്യാനിയുടെ അടയാളമാണ് മഗ്ദലന മറിയം. ഈ 7 പിശാചുക്കൾ പുറത്തു പോയി കഴിയുമ്പോൾ പൂർണ്ണതയിൽ തിന്മ, മൂലപാപങ്ങൾ, പിശാചുക്കൾ നമ്മൾ വിട്ടുപോകുമ്പോൾ നമ്മൾ ഈശോയോട് താതാത്മ്യം പ്രാപിക്കുകയാണ്. നമുക്കിനിയും മനസ്സിലായിട്ടില്ല എന്തിനാണ് നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നതെന്ന്. ഞാൻ ഈശോയിൽ വിശ്വസിക്കേണ്ടത് എനിക്കൊരു ഉയർപ്പിൻ്റെ ജീവിതം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഉയർത്ത് മഹത്വം പ്രാപിച്ച് ദൈവീകവൽക്കരിക്കപ്പെട്ട ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടായിരിക്കണം ഞാൻ ഈശോയിൽ വിശ്വസിക്കേണ്ടത്. നമുക്കിനിയും നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. നമ്മളിപ്പോഴും കുറച്ചൊക്കെ ഇങ്ങനെ ലോകത്തിൻ്റേതായിട്ട് ജീവിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്, ലോകത്തിന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കില്ല. ലോകത്തിന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കില്ല. പരിശുദ്ധാത്മാവില്ലാതെ സഭയില്ല. സഭയെക്കുറിച്ച് പറയുന്നത് എന്താണ്? അവൾ ഏകയാണ്, പരിശുദ്ധയാണ്, കാതോലികയാണ്, ശ്ലൈഹികയാണ്. ഏകവും പരിശുദ്ധവും കാതോലികവും ശ്ലൈഹികവുമായ സഭ, അവള് അതോടൊപ്പം തന്നെ പ്രേക്ഷിതയാണ്. ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നു, കത്തോലിക്കനാണെന്ന് പറയുന്നു, പക്ഷെ ഞാൻ ഈശോയെക്കുറിച്ച് സംസാരിക്കുന്നില്ല എങ്കിൽ, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നില്ല എങ്കിൽ ഞാൻ സഭയുടെ അംഗമാണോ അല്ലയോ എന്ന് വളരെ ആഴമായിട്ട് നമ്മൾ ആത്മശോധന ചെയ്യണം. കാരണം പരിശുദ്ധാത്മാവിനെ നൽകുന്നത് ഈശോയെക്കുറിച്ച് പ്രസംഗിക്കുവാൻ വേണ്ടിയിട്ടാണ്, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമല്ല. ഈശോയ്ക്ക് സാക്ഷ്യം, സഭയ്ക്ക് ഒറ്റ ഒരു കാര്യമേ പറയാനുള്ളൂ, ഒരാളുടെ കാര്യമേ അവൾക്ക് സംസാരിക്കാനുള്ളൂ, ഈശോയുടെ കാര്യം. പക്ഷെ ഞാൻ ഈശോയുടെ കാര്യം സംസാരിക്കുന്നില്ല എങ്കിൽ ഞാൻ സഭയുടെ ഭാഗമായിട്ടില്ല എന്ന് തിരിച്ചറിയണം. ബെനഡിക്റ്റ് 16 പാപ്പ പറഞ്ഞു, The most beautiful thing in the world is to know Jesus and to speak to others of our friendship with him. എൻ്റെ ഈശോയോടുള്ള സുഹൃത്ത് ബന്ധത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുന്നതും, ആ സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് നിത്യജീവനാണ്. പിതാവായ ദൈവത്തെയും അവിടുന്ന് അയച്ച ഈശോയെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. അതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം. The most beautiful thing in the world is to know Jesus and to speak to others of our friendship with him. ഈശോയോടുള്ള വലിയ ഒരു ബന്ധം, അതിന് മറ്റെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. ഇതിനെല്ലാം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. എല്ലാം ഉപേക്ഷിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. എല്ലാം ഉപേക്ഷിച്ച് ഈശോയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ
ലിറ്ററലായിട്ട് ഹൃദയം കൊടുക്കുക, ലിറ്ററലായിട്ടാണ് ഹൃദയം കൊടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ട് ഞാൻ ഈശോയ്ക്ക് കൊടുക്കുന്നതാണ്. മഹത്വപ്പെട്ട ദൈവീകവൽക്കരിക്കപ്പെട്ട നസറായനായ ഈശോ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം എന്നിൽ വസിക്കണമെങ്കിൽ ഞാൻ പത്രോസിനെ പോലെ പൗലോസിനെ പോലെ ഈശോ നാമം വഹിക്കുന്ന ഒരു പാത്രമായി തീരണമെങ്കിൽ ഞാൻ എന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം. നമ്മൾ ക്രിസ്ത്യാനികൾ നമ്മൾ ചിന്തിച്ച് നോക്കണം. നമ്മളിങ്ങനെ ജീവിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. 2021 നമ്മൾ ജീവിക്കുന്ന ഈ ക്രിസ്ത്യാനികൾ, അവർക്ക് നിത്യജീവനിൽ വിശ്വാസമുണ്ടോ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സമ്പത്ത് സമ്പാദിക്കുന്നത്? ഏത് ലോകത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സമ്പത്ത് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളിതെല്ലാം കേട്ടതാണ്. നമ്മുടെ ടോക്കുകളിലെല്ലാം, പെന്തക്കോസ്തായിക്ക് ഒരുക്കമായിട്ടുള്ള ടോക്കുകളെല്ലാം നമ്മൾ കേട്ടതാണ്. സമ്പാദിക്കണമെന്ന്. നമുക്ക് നിത്യജീവനിൽ വിശ്വാസമുണ്ട് എങ്കിൽ ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ അവസാനിക്കാത്ത ഒരു ജീവിതം എനിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ ലേഖനം നമ്മൾ കാണുന്നുണ്ട്, നമുക്ക് ഒറ്റ വാഗ്ദാനമേ നൽകിയിട്ടുള്ളൂ, നിത്യജീവൻ. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം നിത്യജീവനാണ്. ഈ നിത്യജീവന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളിങ്ങനെ പരിശുദ്ധാത്മാവിന് വേണ്ടിയൊക്കെ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങൾക്കും വേണ്ടി എല്ലാം മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ ചെലവഴിക്കുമ്പോൾ നമ്മൾ എന്താണ് സമ്പാദിക്കുന്നത്? നിത്യജീവന് വേണ്ടി ഈശോയ്ക്കൊരു ദാഹമുണ്ടായിരുന്നു. എനിക്ക് ദാഹിക്കുന്നു എന്ന് ഈശോ പറഞ്ഞു. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ദാഹം. ആ ഒരു ദാഹം എനിക്കുണ്ടോ? ആത്മാക്കൾ രക്ഷ പ്രാപിക്കണം. ഞാൻ പാപമോചനം സ്വീകരിച്ച നിത്യജീവൻ്റെ ഭാഗമായിരിക്കുന്നത് പോലെ എൻ്റെ ചുറ്റുപാടുമുള്ളവർക്കും ഇതുപോലെ പാപമോചനവും ഈശോ സാധ്യമാക്കിയ ആ അനുരഞ്ജനത്തിൻ്റെ ഫലമായ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം മറ്റുള്ളവർക്കും ലഭിക്കണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടോ? ഇല്ലെങ്കിൽ ഏതാത്മാവാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം. ഈശോയുടെ ദാഹം, ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം ദൈവീക ജീവനിൽ എല്ലാ മനുഷ്യരെയും പങ്കുചേർക്കുക. ആ ലക്ഷ്യം എനിക്കില്ല എങ്കിൽ മിശിഹായുടെ ആത്മാവാണോ എന്നിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ ആത്മശോധന ചെയ്യണം. മിശിഹായുടെ ആത്മാവില്ലാത്തവൻ മിശിഹായ്ക്കുള്ളവനല്ല. മിശിഹായുടെ ആത്മാവില്ലാത്തവൻ മിശിഹായ്ക്കുള്ളവനല്ല. നമുക്ക് മാപ്പ് ചോദിക്കാം. ദൈവം കാരുണ്യവാനാണ്, ദൈവം കരുണയാണ്. ആ കരുണ മനുഷ്യരൂപത്തിലായതാണ് നമ്മൾ ഈശോയിൽ കാണുക. നമ്മൾ കാണുന്നുണ്ട്, കുരിശിൽ വെച്ചിട്ട് നല്ല കളം പറയുന്നു, നിന്റെ രാജ്യത്തിൽ എന്നെ ഓർക്കണമേ എന്ന്, നീ നിന്നോടുകൂടെ പർദീസായിലായിരിക്കും. നീ എന്നെ ഓർക്കണമെന്ന് പറയുന്ന എല്ലാവരോടും ഈശോ പറയുന്ന കാര്യമാണ്, നീ എന്നോടുകൂടെ പർദീസായിലായിരിക്കും. മനസ്സാന്തരപ്പെടാത്ത ഓരോ വ്യക്തിക്കും നഷ്ടപ്പെടുന്നത് ഈ പർദീസായാണ്, സ്വർഗമാണ്. ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ വെച്ച് തന്നെ എപ്പോഴാണോ നമ്മൾ മാനസാന്തരപ്പെടുന്നത്, അപ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ഈ പർദീസ, സ്വർഗം, ദൈവരാജ്യം. മാനസാന്തരപ്പെടാനായിട്ട് സ്നാപക യോഹന്നാനും ഈശോയും സഭയുമെല്ലാം ആവശ്യപ്പെടുന്നതിന് കാരണം സ്വർഗരാജ്യമുള്ളത് കൊണ്ടാണ്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് കൊണ്ടാണ്. ആ സ്വർഗത്തിൻ്റെ അനുഭവമാണ് നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും അനുഭവിക്കുന്നത്. ഈ കുർബാനയിൽ നമുക്ക് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നില്ല എങ്കിൽ മനസ്സാന്തരപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. മനസ്സാന്തരപ്പെട്ടവർക്ക് മാത്രമാണ് പാപമോചനവും അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയും പരിശുദ്ധാത്മാവും എല്ലാം വളരെ വ്യക്തമായിട്ട് സുരവലബാർ കുർബാനയുടെ ആരാധനക്രമം പഠിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങയുടെ ദാസരുടെ പാപങ്ങൾ ക്ഷമിക്കണം. അങ്ങയുടെ ദാസർക്കാണ്, ശിഷ്യന്മാർക്കാണ് ശരീരവും രക്തവും നൽകുക. അങ്ങയുടെ ദാസരുടെ കുർബാനയിലാണ് പരിശുദ്ധാത്മാവ് ആവസിക്കുന്നത്. മാനസാന്തരപ്പെടാൻ, പൂർണ്ണമായിട്ട് മാനസാന്തരപ്പെടാൻ നമുക്ക് സാധിക്കട്ടെ.
മാനസാന്തരപ്പെട്ട് മഹത്വപ്പെട്ട ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കാനായിട്ട്, തിരുസഭയുടെ ഭാഗമായിട്ട് ജീവിക്കാനായിട്ട്, തൃത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ ജീവിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. എല്ലാ മനുഷ്യർക്കും വേണ്ടി യാചിക്കാം, എല്ലാ സൃഷ്ടികൾക്കും വേണ്ടി യാചിക്കാം. പരിശുദ്ധ അമ്മയ്ക്ക് എല്ലാ മനുഷ്യരെയും എല്ലാ സൃഷ്ടികളെയും സമർപ്പിച്ചുകൊണ്ട് കുർബാനയെ നമുക്ക് തുടർന്ന് സജീവമായിട്ട് പങ്കുചേരാം.